കർത്താവെ ധാരാളം കുർബാനയാണ് എനിക്ക് വേണ്ടി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന പിതാവേ ഗണതാവേ അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം തരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിരുവനന്തപുരം രക്ഷിക്കണമേ. പരിശുദ്ധമയുടെ മധ്യസ്ഥപേക്ഷണമൊക്കെ പ്രാർത്ഥിക്കുക. നന്മ പറയുകയെ സിസ്റ്റി കർത്താവിന്റെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാവുന്നത് അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നത്. പരിശുദ്ധ പറയട്ടെ തമിഴാർക്ക് വേണ്ടി സമയത്ത് തമിഴാന്റെ അപേക്ഷയാവേ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവരായ ദൈവമേ, ഇന്ന് ഈശോയെ അധിവസിക്കുന്ന വിജയം സാധിച്ചതെന്ന് പ്രാർത്ഥിക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു കുഞ്ഞായിട്ട് നമ്മൾ വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഈശോയെ അതിയായി ആഗ്രഹിക്കാനും ഈശോയെ സ്വീകരിക്കുവാനും ആ ഈശോയെ സ്വീകരിച്ച് അവിശുദ്ധിയിൽ നിന്നും ജീവിക്കുവാനും മരണം വരെ വിശുദ്ധി പ്രാപിക്കുവാനും ഇങ്ങനെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അമ്മേ മാതാവേ എന്നും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. വിശുദ്ധ വിശുദ്ധരെ ഇവളെ കാത്തുകൊള്ളുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. വിശ്വാസപിതാവിനും മധ്യസ്ഥാന സംരക്ഷണവും അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ തിരുക്കുടുംബം ഇവളുടെ കുടുംബമായി എന്നും മാറണമേ. ഇവൾക്ക് അനുഗ്രഹമായി മാതൃകയായി എന്നും ഈ തിരുക്കുടുംബം ഇവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കണമേ. ഈശോയെ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ തീക്ഷ്ണതയോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വിശുദ്ധിയും ദിവ്യകാരനെ സ്വീകരിച്ച് ജീവിക്കാനുള്ള കൃപ ഇവൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായി ആസ്വദിച്ച് ചെയ്യുന്നതാകട്ടെ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഇന്നത്തെ ദിവസത്തിന്റെ കാരണഭൂതയായ മരിയ സിഞ്ച സോണി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ആനന്ദച്ച, ഇന്ന് മരിയ സിഞ്ച ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുകയാണ്. ഇവൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോയെ ആദ്യമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ഈശോയ്ക്ക് വേണ്ടി എന്നും ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം.
നമുക്കറിയാം ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഇവളുടെ മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും ഈ കുഞ്ഞിന് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞു. ഇന്ന് ഇവൾ സ്വമേധയ വിശ്വാസം ഏറ്റുപറയുകയാണ്. അപ്പോൾ ഇത്രയും നാളും ഈ മാതാപിതാക്കളെ ജ്ഞാനപിതാക്കളുടെ വിശ്വാസത്തിലാണ് ഇവൾ വളർന്നു വന്നത്. ഇന്ന് ഇവൾ സ്വന്തമായി വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഇവൾ വാക്ക് നൽകുകയാണ്. ആ വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇവളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരിയെയും മാതാപിതാക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരുവാനും നല്ല മാതൃക നൽകി മുന്നോട്ട് കൊണ്ടുപോകുവാനും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇവിടെ വളർത്തുവാനുമുള്ള കൃപ ഈ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിലേക്ക് പ്രവേശിക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം തങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളിലൂടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. കർത്താവിന്റെ വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്നും പാനം ചെയ്തു. അവൻ അവരോട് അരുൾ ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. ഇന്ന് ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന മരിയാസ് ജയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയിൽ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതൽ വിശുദ്ധിയോടുകൂടെ ഇന്നു മുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിയാസ് ജയ്ക്ക് വേണ്ടി 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഈശോയെ അതിയായി സ്നേഹിക്കുക. ഇന്നു മുതൽ നീ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയെ അതിയായി സ്നേഹിക്കാൻ തയ്യാറാകുക. ഈശോ ആയിരിക്കണം നിന്റെ ജീവിതത്തിലെ എല്ലാമല്ല. ഈശോ അല്ലാതെ മറ്റൊന്നും നിനക്ക് പാടില്ല. ഈശോയെ ആത്മാർത്ഥമായും അതിയായും സ്നേഹിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാലാരിവട്ടത്ത് കൊച്ചനായിരുന്നപ്പോൾ ഒരിക്കലെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി അവിടെ വികാരച്ചന്റെ അടുത്ത് ഒരു സ്ത്രീ ഇരുന്നിരുന്നു, ഒരു ചേച്ചി ഇരുന്നിരുന്നു. അപ്പോൾ ആ ചേച്ചി ഹിന്ദുവാണ്. ആ ചേച്ചിയും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പോൾ അച്ഛനോട് ആ ചേച്ചി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ആ ചേച്ചിയെ പരിചയപ്പെടുത്തി. ഹിന്ദു ആയിരുന്ന ഈ ചേച്ചി ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. ഡാൻസ് ടീച്ചറായിരുന്നു. ഡാൻസിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരു ടീച്ചറാണ്, ചേച്ചിയാണ്. ഡാൻസ് ഒരു പബ്ലിക് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ആ ചേച്ചിയുടെ അനുഭവം പറഞ്ഞ ഒരു കാര്യം, ആ ചേച്ചി എന്നോട് പറഞ്ഞ പ്രകാരമാണ്, അച്ഛോ ഒരു കാര്യം അച്ഛൻ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കണം. ദിവ്യകാരണത്തെ ഒത്തിരിയേറെ സ്നേഹിക്കണമെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. എന്നിട്ട് ആ ചേച്ചിയുടെ അനുഭവം പറഞ്ഞു. ആ ചേച്ചി 3 വർഷമായിട്ട് ഈശോയെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ. ഈശോയെ സ്വീകരിക്കുവാൻ അതിയായി കൊതിച്ച് അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു ചേച്ചി. എന്നിട്ട് ആ ചേച്ചി ഒരു പള്ളിയിൽ പോകുമ്പോൾ, അടുത്തുള്ള പള്ളിയിൽ പോകുമ്പോൾ, ഒരു നൊവേന പള്ളിയാണ്, അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ചേച്ചി ദിവ്യകാരണം സ്വീകരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ അടുത്തുള്ള സ്ത്രീകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ ചേച്ചിക്ക് ഒത്തിരി സങ്കടമാണ്. അവരൊക്കെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈ ചേച്ചിക്ക് മാത്രം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ അവിടുത്തെ കൊച്ചനോട് നിന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈശോയെ സ്വീകരിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചേച്ചി ഹിന്ദു അല്ലേ, അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റുകയില്ല. കാരണം മാമോദിസ സ്വീകരിക്കുക മാത്രമേ ഈശോയെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ചേച്ചിക്ക് ഒത്തിരി സങ്കടമായി. ആ ചേച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് സ്വീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അച്ഛൻ അടുത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു 1 മിനിറ്റ് ഒന്ന് കയ്യിലൊന്ന് വെക്കാൻ തരും, ഈശോയെ ഒന്ന് വെക്കാൻ തരും, എനിക്ക് ആ ഈശോയെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് വീണ്ടും സങ്കടമായി. അങ്ങനെ ആ ചേച്ചി ക്രിസ്ത്യാനിയാകുവാൻ തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങൾ ഒരുങ്ങി ആ ചേച്ചി ഈശോയെ സ്വീകരിച്ചു. ഒരു ക്രിസ്ത്യാനിയായി ഈശോയെ സ്വീകരിക്കാൻ ആരംഭിച്ചു. അന്ന് ആ ചേച്ചിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ആ ചേച്ചിയുടെ വീട്ടുകാരെ ബ്രാഹ്മണ സ്ത്രീയാണ്. ആ ചേച്ചിയുടെ വീട്ടുകാരെ അവളെ പുറത്താക്കി, പടിയടിച്ച് പിണ്ടം വെച്ചു. അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കി.
ഇന്ന് ആ ചേച്ചി ജോലി നഷ്ടപ്പെട്ടു. ഡാൻസ് ടീച്ചറായിരുന്ന ജോലി പലരുടെയും സമ്മർദ്ദം മൂലം അവർ നഷ്ടപ്പെട്ടു. ഇവർക്ക് ഒരു സ്കൂളിലും ജോലി കിട്ടാത്ത അവസ്ഥയായി. അവസാനം ആ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു വയ്ക്കുന്നത്, അച്ഛാ, ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ വിശ്വാസങ്ങളെയും ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ എനിക്കെല്ലാം തന്നു. എന്നിട്ട് ആ ചേച്ചി പറയാം, അച്ഛാ, നാളെ രാവിലെ വെക്കാനുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ നാളെ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമെന്ന്, ഞാനും എൻ്റെ കുഞ്ഞും എന്ത് കഴിക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈശോ തന്നോളും, ആരെങ്കിലുമായിട്ട് എനിക്ക് നൽകും. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം ഇതാണ്. ഈശോ എന്നെ വഴി നടത്തും. അപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈശോയെ അതിയായി ആഗ്രഹിക്കുക. ഈശോന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ, ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അന്ന് വരെ ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടമില്ലാതായിട്ട് മാറും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുക ഇപ്രകാരമാണ്, ഞാൻ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് വരെ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ഈശോയെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു. ഈശോ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഇഷ്ടമില്ലാതിരുന്നതൊക്കെ ഇഷ്ടമായി മാറും. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ അതിയായി ആഗ്രഹിക്കുകയും ഈശോയെ പൂർണ്ണ ഒരുക്കത്തോടുകൂടി സ്വീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ. അപ്പോൾ അന്ന് വരെ എനിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഇഷ്ടമായി മാറും. എനിക്ക് ആത്മീയ കാര്യങ്ങൾ ഇഷ്ടമില്ല എങ്കിൽ ആത്മീയ കാര്യങ്ങൾ ഇഷ്ടമായിട്ട് മാറും. ഈശോ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കൊരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകും. അപ്പോൾ ഒന്നാമത്തെ സൃജക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഈശോയെ അതിയായി സ്നേഹിക്കുക. രണ്ടാമത്തേത് ഈശോയെ എന്നും സ്വീകരിക്കുവാൻ പരിശ്രമിക്കുക, അതിന് താല്പര്യം കാണിക്കുക. പലപ്പോഴും നമുക്ക് ഉറക്കമൊക്കെ വരാം, പള്ളിയിൽ മടി പിടിച്ച് പള്ളിയിൽ പോകാതെയൊക്കെ ഇരിക്കാം. പക്ഷെ ഇന്നു മുതൽ സിൽജ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയായിട്ട്, കുർബാനയ്ക്ക് വന്നാൽ മാത്രം പോരാ, ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടുകൂടെ ഉപസാരിച്ചൊരുങ്ങി സ്വീകരിക്കുവാൻ പരിശ്രമിക്കുക. ഞാൻ ആസാമിലെ റീജൻസി ചെയ്യുന്ന സമയത്ത് 2009 അവിടെ ഒരു വയസ്സായ അപ്പൂപ്പൻ, അവിടെ വയസ്സായവരെ അച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ അച്ചു എന്ന് പറയുന്ന ഈ അപ്പാപ്പൻ ഒരു ക്രിസ്മസിന്റെ അന്ന്, ആ വർഷത്തെ ക്രിസ്മസിന്റെ അന്ന് അദ്ദേഹത്തിന് ഈശോയെ സ്വീകരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അസുഖമായിട്ട് കിടപ്പിലായിരുന്നു, അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റിയില്ല. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്ന, ആഴ്ച ഞായറാഴ്ച മാത്രമുള്ള കുർബാന, പിന്നെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കുർബാന. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനും വികാരച്ചനും കൂടി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ അപ്പാപ്പൻ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അച്ഛൻ കാര്യം ചോദിച്ചു, എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ അപ്പാപ്പൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛോ ഞാൻ മരിക്കാറായി എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അപ്പോൾ അച്ഛൻ കാരണം ചോദിച്ചപ്പോൾ ഈ അപ്പാപ്പൻ പറഞ്ഞ ഒരു കാര്യമാണ്, 80 വയസ്സുള്ള അപ്പാപ്പനാണ്. ആ അപ്പാപ്പൻ 10ാം വയസ്സിൽ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഇതുവരെ ഈശോയെ മുടക്കിയിട്ടില്ല. നിങ്ങൾ ട്രൈബൽസ് ആണെന്ന് ഓർക്കണം, കുർബാനയിൽ നിന്ന് കിട്ടാത്ത അവസരങ്ങളിൽ പോലും ഈ അപ്പാപ്പൻ കുർബാനയ്ക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് നടന്ന് മലയും കാടും താഴ്വരയൊക്കെ താണ്ടി കുർബാനയ്ക്ക് പോയിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം കുർബാന ഈശോയെ ആദ്യമായി സ്വീകരിച്ചത് മുതൽ കുർബാന മുടക്കിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ഈ 70 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അച്ഛൻ ഞാൻ കുർബാന മുടക്കുന്നത്. അതിനർത്ഥം എൻ്റെ ജീവിതം അവസാനിക്കാറായി, അതുകൊണ്ട് ഞാൻ മരിക്കും. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പാപങ്ങളെല്ലാം മോചിക്കണം, ഞാൻ മരിക്കുമ്പോൾ പൂർണ്ണ വിശുദ്ധിയോടുകൂടി എനിക്ക് മരിക്കണം. അച്ഛൻ പറഞ്ഞു, പേടിക്കാനും വേണ്ട, അങ്ങനെയൊന്നും പോകുകയില്ല, ഈശോയ്ക്ക് അറിയാം നമ്മുടെ അവസ്ഥ. പക്ഷെ അദ്ദേഹത്തിന് 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. ന്യൂ ഇയറിനെ അദ്ദേഹം കുർബാനയ്ക്ക് വന്നിട്ട് ഒത്തിരി നന്ദി പറഞ്ഞത് ഇന്ന് ഓർക്കുന്നു. ഇവിടെ വരെ നമ്മൾ ഈശോയെ അതിയായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കണം. ഈശോയെ സ്വീകരിക്കാത്ത ഒരു ദിവസം നമുക്ക് നഷ്ടബോധമുള്ള ദിവസമായി മാറണം.
ആ ഈശോയായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. നമ്മൾ അനുദിനം ഈശോയെ സ്വീകരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം എന്ന് പറഞ്ഞു വയ്ക്കുന്നത് നമ്മളെ കണ്ടുമുട്ടുന്ന എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധ അമ്മയുടെ അനുഭവം നിങ്ങൾക്കറിയാം. പരിശുദ്ധ അമ്മ തന്റെ ഉദരത്തിലേക്ക് ഈശോയെ മംഗളവാർത്ത സമയത്ത് സ്വീകരിച്ചു കഴിഞ്ഞ് നേരെ പോയത് എങ്ങോട്ടാണ്? എലിസബത്തിന്റെ അടുത്തേക്കാണ് പോയത്. എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈശോയെ ഒരുക്കത്തോടു കൂടെ സ്വീകരിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമാണ് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവലാണ് നമ്മൾ നിറയുകയുള്ളൂ. നാം അവിടെ ചെന്ന് മറ്റുള്ളവരെ അഭിവാദനം ചെയ്യുമ്പോൾ അവരിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ അവരെ വിശദീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബാംഗങ്ങൾ മുഴുവനും വിശദീകരിക്കപ്പെടുകയാണ്. ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം പ്രകാരമാണ്, ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ദിവ്യബലിക്കായിട്ട് വന്ന് വിശുദ്ധിയോടുകൂടി ഈശോയെ സ്വീകരിക്കണം. കാരണം ആ ഒരാൾ മതി ആ കുടുംബത്തെ വിശദീകരിക്കാനായിട്ട്. അപ്പോൾ ആ വിശദീകരണം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഈശോയെ ഒരുക്കത്തോടു കൂടെ സ്വീകരിക്കുവാൻ ഇന്ന് മുതലേ സിഞ്ച പരിശ്രമിക്കണം. ഈശോയെ എന്നും സ്വീകരിക്കുവാൻ അതിയായി ആഗ്രഹിക്കണം. ഈശോയെ എന്നും സ്വീകരിക്കുവാൻ തയ്യാറാകുകയും വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ അല്ലാത്തതെല്ലാം വിട്ടുപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ഡൊമിനിക് സാവിയോ തന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് സമയത്ത് കുമ്പസാരം മുഖ്യ കഴിഞ്ഞ് ആദ്യത്തെ കുമ്പസാരം കഴിഞ്ഞ് തന്റെ മാതാപിതാക്കളോട് ചെന്ന് അന്ന് വരെ അവരെ വേദനിപ്പിച്ചതിനെ ഓർത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്ക് ഓർത്ത് മാപ്പ് പറയുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ മാതാപിതാക്കൾ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: എന്നെപ്പോലെ ഇത്ര വിശുദ്ധിയെ ജീവിക്കുന്ന വേറൊരു കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് നീ ഞങ്ങളോട് മാപ്പ് പറയുന്നത്? ഡൊമിനിക് സാവിയോ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: എൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കം പോലും ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കം പോലും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഡൊമിനിക് സാവിയോ എടുത്ത 3 പ്രതിജ്ഞ ഇപ്രകാരമാണ്: ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കും, അനുവദിക്കുമ്പോഴെല്ലാം ദിവ്യകാരുണ്യം സ്വീകരിക്കും. അന്ന് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനുവാദം ഉള്ളപ്പോഴെല്ലാം ഞാൻ ഈ ദിവ്യകാരുണ്യെ സ്വീകരിക്കും, ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കും. രണ്ടാമത്തെ പ്രതിജ്ഞ എന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഈശോയും മാതാവുമായിരിക്കും എൻ്റെ ഉത്തമ കൂട്ടുകാരൻ. മൂന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറഞ്ഞു വയ്ക്കുന്നത് പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഡൊമിനിക് സാവിയോ എടുത്ത 3 പ്രതിജ്ഞകളാണ്. ഡൊമിനിക് സാവിയോ തൻ്റെ മരണം വരെ 12-ാം വയസ്സ് മരിക്കുന്ന സമയം വരെ ഡൊമിനിക് സാവിയോ വിശുദ്ധനായി ജീവിച്ചു. ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞു വയ്ക്കുന്നത് പ്രകാരമാണ്. ഡോൺ ബോസ്കോയുടെ ഓർട്ടറിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവരെല്ലാവരും കുട്ടികളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൺ ബോസ്കോ ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഡോൺ ബോസ്കോ ഈ കുട്ടികളെല്ലാം തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. അടുക്കലേക്ക് വിളിച്ചിട്ട് ഡോൺ ബോസ്കോ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: നിങ്ങൾ ഈ നിമിഷം മരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഡോൺ ബോസ്കോന്റെ ചോദ്യം. കുട്ടികൾ പല ഉത്തരങ്ങൾ പറഞ്ഞു. ചിലവർ പറഞ്ഞു ഞങ്ങൾ മാതാപിതാക്കളോട് പോയി യാത്ര ചോദിക്കും. ചിലവർ പറഞ്ഞു ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് കരയും. ചിലവർ പറഞ്ഞു പള്ളിയിൽ പോലെ പ്രാർത്ഥിക്കും. അങ്ങനെ പല ഉത്തരങ്ങൾ പറഞ്ഞു. അങ്ങനെ ഡോൺ ബോസ്കോ ഡൊമിനിക് സാവിയോയോട് ചോദിച്ചു, നീ എന്ത് ചെയ്യും? അപ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞൊരു കാര്യം പ്രകാരമാണ്: ഞാനിവിടെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഡൊമിനിക് സാവിയോ പറഞ്ഞൊരു കാര്യമാണ്: ഞാൻ മരണത്തിന് വേണ്ടി എന്നും ഒരുക്കമുള്ളവനാണ്. ഈ ഒരു അവസ്ഥയിൽ ഇനി ജീവിക്കാൻ തയ്യാറാകണം. എന്നും ഒരുക്കമുള്ളവളായിട്ട് മാറണം. എന്നും ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള വ്യക്തിയായിട്ട്, അതായത് ഈശോയുടെ അല്ലാത്തതെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായി ജീവിക്കുവാൻ മിന്നിന് സാധിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഈശോയെ അതിയായി സ്നേഹിക്കുക. രണ്ടാമത്തേത് ഈശോയെ എന്നും സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുക, അതിയായി ആഗ്രഹിക്കുക. മൂന്നാമത്തേത് ഈശോയുടേതല്ലാത്തതെല്ലാം വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുക. അവസാനമായിട്ട് മാതാപിതാക്കളോടുള്ള ഒരു ഉപദേശമാണ്: ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. പലപ്പോഴും ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് കുട്ടികളൊക്കെ കുമ്പസാരിക്കാൻ വരും. ഇപ്പൊ നമ്മൾ ആദ്യ കുർബാന സ്വീകരണ സമയത്ത്
കുട്ടികളോട് പറഞ്ഞുവിടും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, കുമ്പസാരിച്ച് ഒരുങ്ങി ഈശോയെ സ്വീകരിക്കണം. ആദ്യത്തെ ഒരു 4-5 മാസമൊക്കെ അപ്രകാരം പോകും. അതിനുശേഷം കുഞ്ഞുങ്ങൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞവരോട്. അപ്പോൾ ഒരു പറയും 2 മാസം, 3 മാസം, 3 ആഴ്ച, 3 മാസം, 4 മാസം, 6 മാസം എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയുന്ന നിഷ്കളങ്കമായിട്ട് പറയുന്ന ഒരു ഉത്തരം പ്രകാരമാണ്. അമ്മ പറഞ്ഞു, അമ്മ കുമ്പസാരിക്കാൻ പോവുക, കുമ്പസാരിക്കാം. കുഞ്ഞുങ്ങൾ പറയും 2 ആഴ്ച കൂടുമ്പോൾ ശനിയാഴ്ച കുമ്പസാരിക്കാൻ പോകാം എന്ന് പറയുമ്പോൾ അമ്മ പറയും ഇപ്പം പോകണ്ട, കാരണം കുട്ടികളെ രാവിലെ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ അമ്മയും ഒരുങ്ങിപ്പോണം. കുട്ടികളെ കൊണ്ടുപോകണം, കുമ്പസാരിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ അമ്മയും ഒരുങ്ങിപ്പോണം. അപ്പോൾ പറയും അമ്മ കുമ്പസാരിക്കുമ്പോൾ പോകാമെന്ന്. അപ്പോൾ അമ്മ എത്ര നാളാവുകയാണ് കുമ്പസാരിക്കുന്നത്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമ്മയും 3 മാസമായി കുമ്പസാരിച്ചു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് മിന്നുവിന് കുമ്പസാരിക്കാൻ പറ്റുമെന്ന്, കാരണം എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ വരുന്നുണ്ട്. അവളുടെ ആത്മീയ കാര്യങ്ങളിൽ എത്രമാത്രം നമുക്ക് താല്പര്യം കാണിക്കാമോ അത്രമാത്രം താല്പര്യം കൊടുത്ത് വളരുക. ഈശോയെ സ്വീകരിക്കാൻ, ഈശോയെ അനുഭവിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കി കളയാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നല്ല മാതൃകകൾ കൊടുത്തുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുക. മിനുവിൻ്റെ മാതാപിതാക്കളായ റൂബിയും സോണിയും മരിയാസിയെയും ഉത്തമ വിശ്വാസത്തിൽ ഇവിടെ വളർത്തുക, നല്ല മാതൃക നൽകുക. ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകേണ്ടതും സിജയാണ്. കാരണം ആദ്യ കുർബാന സ്വീകരണം കഴിയുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകാൻ പറയാറുണ്ട്. അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് തിരിയൊക്കെ കാണാതെ ചെല്ലുന്ന ഒരു മനോഭാവം. ഇതൊക്കെ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് താല്പര്യം കാണിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അത് വീണ്ടും തുറന്നുകൊണ്ട് പോകാനൊക്കെ പ്രത്യേകിച്ച് പരിശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാം. ഈ കുഞ്ഞിനെ കൂടുതൽ വിശുദ്ധിയിൽ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ഇന്നത്തെ ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ഇവരുടെ മരണം വരെ വിശുദ്ധി വിട്ടുപോകാതിരിക്കുവാനും ഈശോയെ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ എന്നും ഒരുക്കത്തോടെ സ്വീകരിക്കുവാനും ഇവിടെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യബലിയിലേക്ക് പ്രവേശിക്കാം. പാസ്കൽ തിരി ലോകത്തിലെ പ്രകാശമായ യേശുനാഥനെ പ്രതിനിധീകരിക്കുന്നു. യേശുവാകുന്നു ലോകത്തിലെ പ്രകാശമെന്ന് ഇപ്പോൾ നാം ഒരുമിച്ച് ഏറ്റു പറയുന്നു. ജ്ഞാനസ്നാന അവസരത്തിൽ സ്വീകരിച്ച ആത്മീയ പ്രകാശം ഇന്ന് നിങ്ങളിൽ തെളിയുന്നു. ക്രിസ്തുവിന്റെ പ്രകാശം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും നിന്ന് എല്ലാ ഇരുട്ടും നീക്കം ചെയ്യട്ടെ. സജീവ ദൈവത്തിന്റെ അനശ്വര പ്രകാശമായ ക്രിസ്തുവിനെ സ്തുതിയും പുകഴ്ചയും ഏറ്റുപറയുക. കർത്താവേ, അങ്ങേയ്ക്ക് സ്തുതിയും പുകഴ്ചയും. സജീവ ദൈവത്തിന്റെ അനശ്വര പ്രകാശമായ ക്രിസ്തുവിനെ സ്തുതിയും പുകഴ്ചയും. കർത്താവേ, അങ്ങേയ്ക്ക് സ്തുതിയും പുകഴ്ചയും. സജീവ ദൈവത്തിന്റെ അനശ്വര പ്രകാശമായ ക്രിസ്തുവിനെ സ്തുതിയും പുകഴ്ചയും. കർത്താവേ, അങ്ങേയ്ക്ക് സ്തുതിയും പുകഴ്ചയും. വത്സല കുഞ്ഞെ, നീ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായത്. അന്ന് നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുൻപ് വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ഉചിതമായ മറുപടി ഏറ്റുപറയുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവിടുത്തെ ഏകപുത്രൻ ഈശോമിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും നീ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ ശാസനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുഞ്ഞെ, ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദിസയിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നീ ഒരിക്കലും മറക്കരുത്.
ശരീരം മനോഹരമായ വസ്ത്രം കൊണ്ട് എന്ന പോലെ നിന്റെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നീ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിന്നിൽ ജീവിക്കുവാൻ നീ അനുവദിക്കുവിൻ. ഈശോയെ, എല്ലാ രോഗികളെയും കാത്തുകൊള്ളണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെ അങ്ങേ തിരുവചനത്താൽ നയിക്കണമേ എന്ന് അങ്ങയോട് സ്നേഹനിധിയായ ദൈവമേ, അതിരുകളെ നയിക്കുന്ന ജോസഫ് മെത്രാപ്പോലീത്തയെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ആനന്ദത്തിനെയും ശോഭനത്തിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നയിക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതനായ മാതാപിതാക്കളെ സഹോദരമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ഉറവിടമായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ വേർതിരിഞ്ഞ എല്ലാവരെയും അവിടുത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവൾക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതല ബോധവും ഇവളിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവൾക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരാൻ ഇവളെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുത്തെ സ്നേഹം നുകർന്ന് ജീവിതം ക്രമപ്പെടുത്താൻ ഇവളെ അനുഗ്രഹിക്കണമേ. അങ്ങയിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇവളെ ഒരിക്കലും അനുവദിക്കരുത്. ഇവൾ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവൾ വന്നെത്തട്ടെ. അങ്ങ് ഇവളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കേന്ദ്ര ബിന്ദുവായ മിശിഹായെ ഞങ്ങളെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം സമർപ്പണം കാരണപൂർവ്വം സ്വീകരിക്കണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായ ജീവനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ്
എന്ന് ജീവിക്കുന്നത്. എൻ്റെ വിശുദ്ധ പൗലോസിനോടൊപ്പം ഞങ്ങൾ പറയുന്നു, ദിവ്യനാഥ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never